CMRL-നെതിരെ ഗുരുതര ആരോപണവുമായി SFIO. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകിയെന്ന് സംശയിക്കുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ അന്വേഷണം പൂർത്തിയായെന്നും ചെയ്യാത്ത സേവനത്തിനാണ് പണം നൽകിയതെന്ന് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ടെന്നും അന്വേഷണ ഏജൻസി ദില്ലി ഹൈക്കോടതി അറിയിച്ചു. രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനായിരുന്നു ശ്രമമെന്ന് അന്വേഷിക്കുന്നുവെന്നും SFIO കോടതി അറിയിച്ചിട്ടുണ്ട്. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ചേരുന്ന വിശദാംശങ്ങളുമായി. ശ്യാം, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണ് എന്നത് തന്നെയാണ് അന്വേഷിച്ചിട്ടുള്ളത് SFIO എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഇന്നിപ്പോൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് CMRL പണം നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇതിൽ വ്യക്തതയുണ്ടോ? വിനിത, CMRL എക്സാലോജി കരാറിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത്. ഈ ഹർജിയിൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാദം നടക്കുന്നുണ്ടായിരുന്നു. ഇന്നും വാദത്തിനായാണ് അത് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചത്. അങ്ങനെ ഡൽഹി ഹൈക്കോടതി ഇത് പരിഗണിക്കുമ്പോൾ നേരത്തെ CMRLന്റെ വാദം പൂർത്തിയായിരുന്നു. ഇന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ വാദമാണ് നടന്നത്. അങ്ങനെ നടക്കുമ്പോഴാണ് CMRL-നെതിരെ ഗൗരവതരമായ ഒരു ആരോപണം ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉന്നയിക്കുന്നത്. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകിയോ എന്ന് സംശയമുണ്ട് എന്ന കാര്യമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കോടതി അറിയിച്ചത്, ഡൽഹി ഹൈക്കോടതി അറിയിച്ചത്. ഇക്കാര്യം അന്വേഷിച്ചു വരികയാണ് എന്ന കാര്യവും കൂടി SFIO ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് വാദത്തിനിടെ അറിയിക്കുകയും ചെയ്തു. വിവരം, അതായത് ഇത്തരമൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, അതിൻ്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അക്കാര്യം ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസിയെ അറിയിക്കുമെന്നാണ് SFIO വ്യക്തമാക്കുകയും ചെയ്തത്. അത് CBI ആണോ അറിയിക്കുക, അതോ NIA ആണോ എന്ന കാര്യത്തിൽ കൂടി നമുക്ക് വ്യക്തത വരാനുണ്ട്. അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റൊരു അന്വേഷണ ഏജൻസി ആ നടപടികൾ സ്വീകരിക്കുക. ഇതേ കാര്യം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തെയും അറിയിച്ചിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ പണം നൽകിയത്, CMRL പണം നൽകിയത് എന്ന കാര്യവും കൂടി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.